സ്റ്റോറി സപ്തപതിയിലെ കനലുകൾ ഭാഗം 2. രചന ദർശന ദേവു. അവതരണം ദർശന ദേവു. എഡിറ്റിംഗ് ദർശന ദേവു. ഹായ് കൂട്ടുകാരെ, സപ്തപതിയിലെ കനലുകൾ എന്ന സ്റ്റോറിയുടെ ആദ്യ ഭാഗം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്റ്റോറി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ സ്റ്റോറിയുടെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. തറയിൽ ചോരയിൽ കുളിച്ചുകിടക്കുന്ന ആൽഫിൻ അത് കണ്ടതും ഇഷാനിയുടെ സ്വബോധം തിരിച്ചുവന്നു. ഉള്ളിലെ ഭയം മാറ്റി നിർത്തി. ഒരു ഡോക്ടറുടെ കടമ അവളിൽ ഉണർന്നു. ഒട്ടും സമയം കളയാതെ അവൾ അവിടെയുണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് അവന്റെ കൈത്തണ്ട മുറുക്കിക്കെട്ടി. ഐസക് സൈമൺ തന്റെ വാർദ്ധക്യം മറന്ന് മകനെ താങ്ങിയെടുത്തു. ഉടൻ തന്നെ അവർ ജോലി ചെയ്യുന്ന മിഷൻ ഹോസ്പിറ്റലിൽ അവനെ എത്തിച്ചു. ആൽഫിനെ കണ്ടതും ഡോക്ടർമാരും സ്റ്റാഫും അതീവ ജാഗ്രതയോടെ അവനെ എമർജൻസി വാർഡിലേക്ക് മാറ്റി. തുടർന്ന് അടിയന്തര ചികിത്സ നൽകി തുടങ്ങി. ഇന്ന് ഓഡിറ്റോറിയത്തിൽ നടന്നതെല്ലാം അവർ അറിഞ്ഞിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ ആൽഫിൻ തെറ്റ് ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് കാശിനാഥനും ആത്മജും പരിഭ്രാന്തിയോടെ ആശുപത്രിയിലേക്ക് ഓടിവന്നു. ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ കാശിനാഥന്റെ മുഖത്ത് വല്ലാത്തൊരു കുറ്റബോധം നിഴലിച്ചു. ഓഡിറ്റോറിയത്തിൽ വെച്ച് താൻ ആൽഫിനെ അടിച്ചതും ഒരൊറ്റ വാക്ക് പോലും ചോദിക്കാതെ ക്രൂശിച്ചതും അദ്ദേഹം ഓർത്തു. വിറക്കുന്ന ശബ്ദത്തോടെ കടുത്ത വേദനയോടെ കാശിനാഥൻ ഐസക് സൈമണിനോട് ചോദിച്ചു, ഐസക്, എങ്ങനെയുണ്ട് എന്റെ മോന്? ആൽഫിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? മകൻ ഉള്ളിൽ ജീവനുവേണ്ടി പോരാടുമ്പോൾ ആ അച്ഛന്റെ സങ്കടം പെട്ടെന്ന് കോപമായി ജ്വലിച്ചു. ഐസക് സൈമൺ കാശിനാഥനെ നോക്കി ആക്രോശിച്ചു. എല്ലാവരും കൂടി ചേർന്ന് എന്റെ മോനെ കൊലയ്ക്ക് കൊടുത്തു അല്ലേ? ഒരു വാക്ക് അവൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഇവിടെ തയ്യാറായോ? ജഡ്ജിയായ എനിക്ക് പോലും എന്റെ സ്വന്തം മകനെ അപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഇഷാനി ആൽഫിന്റെ മരണക്കുറിപ്പ് ആത്മജിന് നൽകി. ഇത് ആൽഫി എഴുതിയതാണ്. ഇഷാനി ഇടറിയ ശബ്ദത്തിൽ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആത്മിക്ക്, എന്റെ ചെങ്കേ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ലടാ. ഇഷാനിയെ ഞാൻ എന്റെ സഹോദരിയെ പോലെയാണ് കണ്ടിരുന്നത്. ആ കത്ത് വായിച്ചു തീരുമ്പോൾ ആത്മജിന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. സത്യം അറിഞ്ഞിട്ടും കൂട്ടുകാരനെ സമൂഹത്തിന് മുന്നിൽ ഒറ്റുകൊടുത്തല്ലോ എന്ന കുറ്റബോധം ആത്മജിനെ തളർത്തി. കണ്ണീരും കുറ്റബോധവും നിറഞ്ഞ ഇടനാഴിയിലേക്കാണ് ഒടുവിൽ ആത്മിക്ക് കടന്നുവരുന്നത്. ആത്മിക്കിനെ കണ്ടതും ആത്മജിന്റെ ഉള്ളിലെ സങ്കടം ഭീകരമായ ദേഷ്യമായി മാറി ജ്വലിച്ചു. അവൻ ആഞ്ഞെടുത്ത് ആത്മിക്കിന്റെ മുന്നിൽ നിന്നു. എടാ ചതിയ, അവൻ ചത്തോ എന്ന് ഉറപ്പുവരുത്താൻ വന്നതാണോടാ? ദേഷ്യം മൂത്ത ആത്മജ സ്വന്തം ജ്യേഷ്ഠനെന്ന പരിഗണന പോലുമില്ലാതെ ആത്മിക്കിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. പാടാ! ആ അടിയുടെ ശബ്ദം ആശുപത്രി ഇടനാഴിയിലാകെ മുഴങ്ങി. ആത്മിക്ക് അടിയുടെ ആഘാതത്തിൽ ഒന്നു പിന്നോട്ടു മാറി. തരിച്ചുനിന്ന ആത്മിക്കിന്റെ കണ്ണുകളിൽ ശൂന്യയും മൗനവും മാത്രം. മക്കൾ തമ്മിൽ തല്ലുന്നത് കണ്ട് ഐസക്കും ഇഷാനിയും ലീനാച്ചിയും ഞെട്ടിപ്പോയി. തന്റെ തെറ്റുകൾ ഓർത്ത് കാശിനാഥൻ തലതാഴ്ത്തി പൊട്ടിക്കരഞ്ഞു. ആ മൗനത്തിന് പിന്നിലെ രഹസ്യം എന്തെന്നറിയാതെ എല്ലാവരും തരിച്ചുനിന്നു. ആശുപത്രി ഇടനാഴിയെ ശ്വാസം മുട്ടുന്ന നിശബ്ദതയിലാഴ്ത്തിക്കൊണ്ട് ആത്മജ ചോദിച്ചു. ഐസക് സൈമൺ അവിശ്വസനീയതയോടെ ആത്മജിനോട് ചോദിച്ചു. എന്താ ആത്മജ നീ ഈ കാണിക്കുന്നത്? ആത്മിക്കിനെ അടിക്കാൻ അവൻ എന്ത് തെറ്റാടാ ചെയ്തത്? ഈ ചതിയിൽ അവനും ഒരു ഇരയല്ലേ? ആത്മജ ദേഷ്യം കൊണ്ടു വിറച്ചു. ഇവൻ ഒരു തെറ്റും ചെയ്തില്ലെന്നോ പപ്പ? ഇവൻ മാത്രമാണ് ഇതിനെല്ലാത്തിനും കാരണമെനിക്കിനി മൗനമായി നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ മുന്നിൽ ഇരവാദവുമായി നിൽക്കുന്ന ഈ മാന്യനായ ഡോക്ടർ ആത്മിക്ക്, ഇവൻ ഇഷാനിയെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. തന്റെ കരിയറും സമൂഹത്തിലെ പദവിയും നിലനിർത്താനും സ്വന്തം യഥാർത്ഥ വ്യക്തിത്വം ഒളിപ്പിച്ചു വെക്കാനും വേണ്ടിയായിരുന്നു ഇവൻ ഇഷാനിയെ കരുവാക്കിയത്. അതിനൊരു കാരണമേയുള്ളൂ. അവന് പെൺകുട്ടികളെ സ്നേഹിക്കാൻ കഴിയില്ല. ആത്മജ ഒരു നിമിഷം ശ്വാസമടക്കി പിടിച്ചു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തംഭിച്ചുപോയി. ആൽഫിൻ ഹോസ്പിറ്റലിലാണെന്നറിഞ്ഞ് ഇഷാനിയുടെ കുടുംബക്കാരും അങ്ങോട്ടേക്ക് ഓടിയെത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ പകച്ചുനിന്ന അവരുടെ മുന്നിൽ ആത്മജ ആ വലിയ രഹസ്യം പരസ്യമാക്കി. ഇവൻ സ്വവർഗാനുരാഗിയാണ്. സ്വന്തം വ്യക്തിത്വം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു ഇവൻ ഇഷാനിയെ സ്നേഹിക്കുന്നതായി അഭിനയിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ മാന്യനായി ജീവിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ വിവാഹനിശ്ചയം അടുത്തതോടെ ഇവന് കുറ്റബോധം തോന്നി. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകർക്കുകയാണല്ലോ എന്ന ചിന്ത ഇവനെ വേട്ടയാടി. അതിൽ നിന്നാണ് ക്രൂരമായൊരു ബുദ്ധി ഇവന്റെ തലയിൽ ഉദിച്ചത്. ഇഷാനിക്ക് ഏറ്റവും അനുയോജ്യനായ പങ്കാളി ആൽഫിൻ ആണെന്ന് ഇവൻ ഉറപ്പിച്ചു. എന്നാൽ ആൽഫിൻ ഇതിന് സമ്മതിക്കില്ലെന്ന് ഇവനറിയാമായിരുന്നു. അതുകൊണ്ട് അവരുടെ ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് ആ മുറിയിൽ ഒരുമിച്ച് കിടത്തിയത് ഇവൻ തന്നെയാണ്. അന്ന് ഓഡിറ്റോറിയത്തിൽ നടന്ന നാടകങ്ങളെല്ലാം ഇവന്റെ കൃത്യമായ പ്ലാനായിരുന്നു. അച്ഛന് വന്ന അജ്ഞാത ഫോൺ കോളിന് പിന്നിലും ഇവൻ മാത്രമായിരുന്നു. ആത്മജിന്റെ വാക്കുകൾ കേട്ട് താൻ വിശ്വസിച്ച മനുഷ്യൻ തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞ ഇഷാനി അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ആത്മജ തന്റെ ഏട്ടനെ നോക്കി പല്ലിരുമ്മിക്കൊണ്ട് തുടർന്നു. എനിക്ക് ഈ സത്യങ്ങളെല്ലാം ആദ്യമേ അറിയാമായിരുന്നു. ഇഷാനിക്ക് ചേർന്നത് ആൽഫിയാണെന്ന് എനിക്കും തോന്നിയിരുന്നു. പക്ഷേ ഇവന്റെ ഭ്രാന്തൻ പ്ലാൻ കാരണം ആൽഫി മരണത്തിന്റെ വക്കിലെത്തുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ ഈ തെറ്റായ ചിന്തയും കുറ്റബോധവും കാരണമാണ് ഞാൻ അച്ഛനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. ആ കുറ്റബോധം കൊണ്ടാണ് എന്റെ അച്ഛൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത്. ആത്മജ പറഞ്ഞു നിർത്തിയതും കരഞ്ഞു തളർന്നിരുന്ന കാശിനാഥൻ മുന്നോട്ട് വന്ന് ജഡ്ജി ഐസക് സൈമന്റെ കാലുകളിൽ വീണു മുറുകെ പിടിച്ചു.
തറവാട്ടിലെ കാരണവരായ കാശിനാഥൻ തന്റെ പദവികൾ മറന്ന് ആശുപത്രിയുടെ തറയിലിരുന്ന് ഐസക്കിന്റെ കാലുപിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഐസക്ക്, എന്നോട് ക്ഷമിക്ക്. സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഈ ആത്മികനെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചുപോയി. സ്വന്തം വ്യക്തിത്വം മറച്ചുവെക്കാൻ വേണ്ടി അവൻ ഒരു പാവം പെൺകുട്ടിയുടെയും ചങ്ക് കൂട്ടുകാരന്റെയും ജീവിതമില്ലാതാക്കി. അവനെ മരണത്തിന്റെ വക്കിലേക്ക് എത്തിച്ചു. ഇവനെയാണല്ലോ ഇത്രയും കാലം ഞാൻ എന്റെ മകനായി നെഞ്ചോട് ചേർത്തു വളർത്തിയത്. കാശിനാഥൻ ഐസക്കിന്റെ കാലുകളിൽ കിടന്ന് വിങ്ങിപ്പൊട്ടി. ആത്മിക്ക് അപ്പോഴും ഒരക്ഷരം മിണ്ടാനാകാതെ ചുവരിലേക്ക് ചാരി നിർജ്ജീവമായി നിന്നു. ആത്മജിന്റെ വാക്കുകളിൽ നിന്നും പുറത്തുവന്ന ആ ക്രൂരമായ സത്യം ഇഷാനിയുടെ കാതുകളിൽ ഒരു ഇടിത്തിയായിട്ടാണ് പതിച്ചത്. താൻ സ്നേഹിച്ചവൻ തന്നെ വെറുമൊരു കരുവായി ഉപയോഗിക്കുകയായിരുന്നു എന്ന തിരിച്ചറിവ് അവളുടെ ദുഃഖത്തെ കനലായി മാറ്റി. കോപവും സങ്കടവും കൊണ്ട് വിറച്ചുകൊണ്ട് ഇഷാനി ആത്മികിന്റെ മുന്നിലേക്ക് പാഞ്ഞെടുത്തു. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അവൾ ആത്മികിന്റെ കവിളിൽ മാറി അടിച്ചുകൊണ്ടിരുന്നു. പാടാ പാടാ, തൃപ്തിയായല്ലോ നിനക്ക്? എന്റെ ജീവിതം തകർത്തിട്ട് നിനക്കിപ്പോൾ തൃപ്തിയായല്ലോടാ? ഇഷാനി നെഞ്ചു പൊട്ടി ആക്രോശിച്ചു. അവിടെ ആ മുറിക്കുള്ളിൽ അവൻ ഇപ്പോൾ ജീവന് വേണ്ടി മരണവുമായി മല്ലിടുകയാണ്. എന്റെ ആൽഫിന് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ കൊല്ലും ആത്മിക്ക്. അതിന് ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാലും ശരി, നിന്നെ ഞാൻ ജീവനോടെ വെക്കില്ല. ഇഷാനി വീണ്ടും അവന്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ആത്മിക്ക് ഒരു വാക്ക് പോലും പ്രതിരോധിക്കാനാകാതെ തലതാഴ്ത്തി നിന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കപടക്കണ്ണീരിന് ആരുടെയും മനസ്സ് അലിയിക്കാൻ കഴിയില്ലായിരുന്നു. എല്ലാവരുടെയും ശകാരങ്ങളും അടിപെടലുകളും കേട്ട് ഒടുവിൽ ആത്മിക്ക് കൈകൾ കൂപ്പി തൊഴുതുകൊണ്ട് എല്ലാവരോടും യാചിച്ചു. ഞാൻ ചെയ്തത് തെറ്റാണ്. പ്ലീസ്, എന്റെ ആൽഫിനെ എനിക്കൊന്ന് കാണണം. അവനൊന്ന് ബോധം വരുന്നത് കണ്ടിട്ട് ഞാൻ പോക്കോളാം. അത് കേട്ടതും ഐസക്ക് സൈമൺ കോപം കൊണ്ട് ജ്വലിച്ചു. എന്റെ മോനെ ഈ അവസ്ഥയിലാക്കിയിട്ടും നിനക്ക് മതിയായില്ലേ? ഇനിയും നീ ഇവിടെ നിന്നാൽ ഞാൻ ഒരു റിട്ടയർഡ് ജഡ്ജിയാണെന്ന കാര്യം മറക്കും. നിന്നെ ഇപ്പോൾ തന്നെ എനിക്ക് ജയിലിൽ അടയ്ക്കാൻ പറ്റും. ഇത്രയും കാലം മകനെപ്പോലെയാണ് നിന്നെ കണ്ടത്, പക്ഷേ നീ വഞ്ചിച്ചു. അവനെ നീ ചതിച്ചില്ലേടാ. നീ കാരണമാടാ അവൻ ഇപ്പോൾ മരണവുമായി മൽപ്പിടുത്തം നടത്തുന്നത്. ഒരു ഡോക്ടറായിട്ട് പോലും അവൻ ജീവൻ അവസാനിപ്പിക്കാൻ നോക്കി. അവൻ വിചാരിച്ചിരുന്നില്ല അവനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവൻ തന്നെ ചതിക്കുമെന്ന്. നിന്നെപ്പോലൊരു വിഷസർപ്പത്തിന് വേണ്ടിയാണല്ലോ അവൻ ജീവൻ കളയാൻ നോക്കിയത്. നിന്റെ യഥാർത്ഥ വ്യക്തിത്വം നിന്റെ കുറ്റമല്ല, പക്ഷേ നീ ചെയ്തത് ക്രൂരമായ ചതിയാണ്. നിന്റെ അച്ഛൻ കാശിനാഥനോടുള്ള ബഹുമാനം കൊണ്ടുമാത്രമാണ് ഞാൻ ഇപ്പോൾ നിയമപരമായി നീങ്ങാത്തത്. ബഹളം രൂക്ഷമായതോടെ ഡോക്ടർ സൂപ്രണ്ട് വർമ്മ അങ്ങോട്ടേക്ക് കടന്നുവന്നു. മിസ്റ്റർ ഡോക്ടർ ആത്മിക്ക്, ഇവിടെ നിന്നും ഇറങ്ങിപ്പോകൂ. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ രാപ്പകൽ പോരാടിയ ഡോക്ടറാണ് ആൽഫിൻ. അവൻ ഇന്ന് ജീവൻ അവസാനിപ്പിക്കാൻ നോക്കിയെങ്കിൽ അവന്റെ മനസ്സ് എത്രത്തോളം തകർന്നിട്ടുണ്ടാകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ ഈ ചതി കാരണം സ്വന്തം കൂട്ടുകാരനാണ് അവിടെ ചോര വാർന്നു കിടക്കുന്നത്. നീ ഇനി ഈ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറായി തുടരില്ല. ഒരു സൂപ്രണ്ട് എന്ന നിലയിൽ എന്റെ മാത്രം തീരുമാനമാണ്. തന്റെ മകനെ എല്ലാവരും ചേർന്ന് ക്രൂശിക്കുന്നത് കണ്ടിട്ടും കാശിനാഥന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും ആത്മജും ഒരേ സ്വരത്തിൽ ആത്മികിന് നേരെ തിരിഞ്ഞ് ആക്രോശിച്ചു. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോ ഇവിടുന്ന്. നിന്റെ ഈ ചതിയൻ മുഖം ഇനി ഞങ്ങൾക്ക് കാണേണ്ട. ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ. സ്വന്തം അച്ഛനും അനിയനും തന്നെ പൂർണ്ണമായി കൈവിട്ടതോടെ താൻ ചെയ്ത തെറ്റിന്റെ ആഴവും ഭീകരതയും ആത്മികിന് പൂർണ്ണമായി മനസ്സിലായി. ഇനി ആ മണ്ണിൽ നിൽക്കാൻ തനിക്ക് യാതൊരു അവകാശവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവൻ പതുക്കെ തലതാഴ്ത്തി. ആ നിമിഷം ഇഷാനി കോപം കൊണ്ട് ജ്വലിച്ചു. അവൾ തന്റെ വിരലിലെ മോതിരം ഊരിയെടുത്ത് അവന്റെ മുഖത്തേക്ക് ആഞ്ഞെറിഞ്ഞു. നീ പോകുമ്പോൾ നിന്റെ കൈകൊണ്ട് അശുദ്ധമാക്കിയ ഈ പവിത്രമായ മോതിരവും കൊണ്ട് പോക്കോളൂ, ദ്രോഹി എന്ന് അലറിക്കൊണ്ട് ഇഷാനി അവനെ ആഞ്ഞുതള്ളി. പെട്ടെന്ന് ബാലൻസ് തെറ്റി അവൻ തറയിലേക്ക് വീണു. അപമാനഭാരത്തോടെ തകർന്നുപോയ മനസ്സുമായി ആത്മിക ആശുപത്രിയുടെ പടവുകൾ ഇറങ്ങിപ്പോയി. അവൻ ഇറങ്ങിപ്പോയതിന് തൊട്ടുപിന്നാലെയാണ് ആ അപ്രതീക്ഷിത സംഭവമുണ്ടായത്. ഐസിയുവിന്റെ കനത്ത വാതിലുകൾ പെട്ടെന്ന് തുറക്കപ്പെട്ടു. പരിഭ്രാന്തി നിറഞ്ഞ മുഖത്തോടെ ഒരു നഴ്സ് അവിടെ നിന്നും പുറത്തേക്ക് ഓയിട്ടി വരുന്നത് ഇഷാനിയുടെയും ആത്മജിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ആ നഴ്സിന്റെ മുഖത്തെ ഭയം അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും നെഞ്ചിൽ ഒരു കൊള്ളിമീൻ പോലെയാണ് വന്നു തറച്ചത്. അവർ ചോദിക്കുന്നതിനു മുൻപ് തന്നെ ആ നഴ്സ് അവിടുത്തെ ചീഫ് ഡോക്ടറെയും കൂട്ടി തിരികെ ഐസിയുവിലേക്ക് ഓടിക്കേറി. പിന്നാലെ അതീവ ഗൗരവത്തോടെ ഡോക്ടർ വർമ്മയും സീനിയർ ഡോക്ടർമാരും ആ മുറിക്കുള്ളിലേക്ക് വേഗത്തിൽ നടന്നു നീങ്ങി. അതേസമയം ഐസിയുവിന് മുകളിലെ ചുവന്ന ലൈറ്റ് ഒന്നിടവിട്ട് കൂടുതൽ ശക്തമായി മിന്നിമറയാൻ തുടങ്ങി. അത് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന നൽകി. അകത്തേക്ക് പരിഭ്രാന്തിയോടെ ഓടിക്കയറുന്ന ഡോക്ടർ വർമ്മയും കൂട്ടരെയും കണ്ടതും പുറത്തുനിന്നവരുടെ ഉള്ളിൽ ഭയം ഇരച്ചുകയറി. ആൽഫിന്റെ മമ്മി നെഞ്ചത്ത് കൈവച്ച് നിലവിളിച്ചുപോയി. ഇഷാനിയുടെ ശ്വാസം തൊണ്ടക്കുഴിയിൽ നിലക്കുന്നതുപോലെയാണ് അവൾക്ക് തോന്നിയത്. ആൽഫിന്റെ നില കൂടുതൽ വഷളായോ, അവൻ തങ്ങളെ വിട്ടുപിരിഞ്ഞു പോകുകയാണോ എന്ന ഭീതിയിൽ ആത്മജും ഐസക്ക് സൈമണും കാശിനാഥനും പരസ്പരം നോക്കി വിറങ്ങലിച്ചു നിന്നു. ഐസിയു വാതിലിനപ്പുറം ആൽഫിന്റെ തിരിതാഴാറായ ജീവനായ ഡോക്ടർമാർ കഠിനമായി പോരാടുമ്പോൾ പുറത്ത് ആ കുടുംബം പ്രാർത്ഥനയോടെയും കണ്ണീരോടെയും താങ്ങാനാകാത്ത നെഞ്ചിടിപ്പോടെയും ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിന്നു. തുടരും.